കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സാറെന്താ ഓഫീസിൽ പോകും വഴി ഇവിടെ ഇറങ്ങാൻ പറഞ്ഞത്? എന്തായാലും പറയാം സർ. സാൻഡ്ര, രാഗസുധ ഇന്നലെ രാത്രി ജയിൽ ചാടി. ഞാനും രാജാറാവ് അല്ലാതെ ഈ വാർത്ത വേറൊരു ചെവിയിൽ എത്തരുതെന്ന് കരുതിയതായിരുന്നു. പക്ഷേ അതിലൊരു മാറ്റം. കാരണം എന്നെക്കാളും ഞാൻ ആലോചിച്ചത് ശ്രീലക്ഷ്മിയുടെ കാര്യമാണ്. ശ്രീലക്ഷ്മി ആയാലും കൺമണി ആയാലും എനിക്ക് നേരെ വരുന്ന ആക്രമണത്തിൽ അവൾ പെടാൻ പാടില്ല. യുദ്ധത്തിന് അവസാനം നിരായുധനായിട്ട് ഞാൻ നിൽക്കേണ്ടി വന്നാലും എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു പോറൽ പോലും ഉണ്ടാകരുത്. സർ, ഈ രാഗസുധയെ പറ്റി കേട്ടറിവേ എനിക്കുള്ളൂ. രാജാറാം സാറിനോട് ചോദിച്ച അതേ സംശയം ഞാൻ സാറിനോടും ചോദിക്കുക. രാഗസുധയെ നമ്മൾ ഇത്രയ്ക്കും പേടിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ലെങ്കിലും ഒരു സ്ത്രീയല്ലേ? അത് സാൻഡ്രയ്ക്ക് രാഗസുധയെ പറ്റി അറിയാഞ്ഞിട്ടാണ്. ഞാൻ അറിഞ്ഞിട്ടുള്ളത് വെച്ച് ഏറ്റവും ക്രിമിനൽ ബുദ്ധിയുള്ള സ്ത്രീയാണ് രാഗസുധ. പിന്നെ രാജാറാമിനോട് ചോദിച്ചപ്പോൾ സാൻഡ്രയ്ക്ക് കിട്ടിയ ഉത്തരങ്ങളെല്ലാം ശരിയാണ്. അതുകൊണ്ട് ഇനിയും ഒന്നുകൂടി ശ്രീലക്ഷ്മി രാഗസുധയുടെ മുന്നിൽ ചെന്ന് പെടാൻ പാടില്ല. ഒരു സാഹചര്യത്തിലും ശ്രീലക്ഷ്മിക്ക് മനസ്സിലാകുന്ന രീതിയിൽ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റില്ല. കാരണം അത് അവളിൽ സംശയങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് സാൻഡ്രയുടെ ഒരു ശ്രദ്ധ എപ്പോഴും ശ്രീലക്ഷ്മിയിലുണ്ടാകണം. സാൻഡ്ര അല്ലാതെ മറ്റൊരു ഓപ്ഷൻ വേറെ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഒരിക്കലും രാഗസുധയുടെ കണ്ണിൽ പെടാതെ ശ്രീലക്ഷ്മിയെ ഞാൻ നോക്കിക്കോളാം. ശ്രീലക്ഷ്മിയുടെ കാര്യം സാർ വിട്ടേക്ക്. സാറും രാജാറാം സാറും അമ്മയും ബാക്കിയുള്ളവരെയും സുരക്ഷിതമായിട്ടിരുത്തിയാ മതി. സാന്ദ്രമ്മയുടെ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. ശ്രീലക്ഷ്മി, ഞാനിന്ന് ഓഫീസിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് സാൻഡ്രയോടൊപ്പം തന്നെ പറഞ്ഞുവിടാന്ന് കരുതി ഞാൻ സാൻഡ്ര ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതിന് സാന്ദ്ര മാഡത്തിനെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. ഞാൻ വണ്ടി എടുത്ത് പോവായിരുന്നല്ലോ. ഏയ്, അത് സാരമില്ല മാഡം. മാഡം വരൂ, നമുക്ക് പോവാം. ശരി സാർ, എന്നാ സാൻഡ്ര, ഒരു മിനിറ്റ്, മാഡം കയറിക്കോളൂ. ആ ശരി. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നാൽ മാത്രം ഇത് ഉപയോഗിക്കാം. രാജാറാം, ശ്രീലക്ഷ്മിയെ ഞാൻ സാൻഡ്രയോടൊപ്പം അയച്ചു. ഇനി ശ്രീലക്ഷ്മിയുടെ വീട്ടിലെ സുരക്ഷ കൂടെ ഉറപ്പുവരുത്തണം. ഓക്കെ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, വണ്ടി ഒന്ന് നിർത്തും. എന്താ ശ്രീലക്ഷ്മി മാഡം? അത് മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് പുറത്തേക്ക് വരൂ.
എന്താ മാഡം, എന്തു പറ്റി? ഞാൻ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് സാന്ദ്രമ്മയുടെ ഒരു അഭിപ്രായം പറയണം. ഞാനോ? Why me? ജസ്റ്റ് ബിക്കോസ് യു ആർ സിൻസിയർ. രവിവർമ്മൻ സാർ കണ്ണു അടച്ച് വിശ്വസിക്കുന്ന 2 പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് രാജാറാം സാറും 2 സാന്ദ്ര മാഡവും. അത് നിങ്ങൾ 2ആളുടെയും ആത്മാർത്ഥത ഉണ്ട്. താങ്ക്സ് മാം, ദാറ്റ് കൗണ്ട്സ് ലോട്ട് ടു മീ. മാഡം എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞില്ല? മറ്റൊന്നുമല്ല, നാളെ എന്റെയും രവിവർമ്മൻ സാറിന്റെയും വിവാഹ വാർഷിക. ആ അവസരത്തിൽ ഞാൻ ആരാണെന്നും എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നും സാറിനോട് തുറന്നു പറയാമെന്ന് വിചാരിക്കുന്നു. എന്താ സാന്ദ്ര മാഡത്തിന്റെ അഭിപ്രായം? Oh my God, that's a great news. മാഡത്തിന് എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. മറ്റൊന്നുമല്ല, രാഗസുധ ജയിലിൽ നിന്ന് ഇറങ്ങാൻ ഇനി ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ആ ആപത്ത് ഒഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ തോന്നുന്നില്ലേ അങ്ങനെ? രാഗസുധ ഇന്നലെ രാത്രി ജയിൽ ചാടി. ശ്രീലക്ഷ്മി ആയാലും കൺമണി ആയാലും എനിക്ക് നേരെ വരുന്ന ആക്രമണത്തിൽ അവൾ പെടാൻ പാടില്ല. എന്താ സാന്ദ്ര മാഡം ഒരു വല്ലായ്മ പോലെ? ഏയ് ഒന്നുമില്ല. മാഡത്തിന്റെ തീരുമാനം തന്നെയാ ശരി. ഇനിയും ഇങ്ങനെ കൺമണിയായിട്ട് തുടർന്ന അന്നത്തെ പോലെ തിരിച്ചു പറഞ്ഞു വിടാൻ ചിലപ്പോ സാറ് തീരുമാനിക്കും. അതോടെ ഒരു മടങ്ങി വരവിന് സാധ്യത എന്നേക്കുമായി അടയുകയും ചെയ്യും. അതുകൊണ്ട് മാഡം തന്നെയാണ് ശ്രീലക്ഷ്മി എന്ന് സാറിനെ അറിയിക്കാൻ പറ്റിയ ദിവസം നാളെ തന്നെയാ. അതറിയുമ്പോ സാറിന് സന്തോഷമാവും. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാന്ദ്ര മാഡം. ഇപ്പഴാ എനിക്ക് മനസ്സിലൊരു സമാധാനം കിട്ടിയത്. താങ്ക്സ് അലോട്ട്. അപ്പൊ നമുക്ക് പോയാലോ? വരൂ. ഈശ്വര, രവി സാറ് പറഞ്ഞതുകൊണ്ട് രാഗസുധ ജയിലിൽ ചാടിയ വിവരം തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ. സന്തോഷത്തിന്റെ കൊടുമുടിയില ശ്രീലക്ഷ്മി മാഡം ഇപ്പോ. നാളത്തെ വിവാഹ വാർഷികം കഴിയുന്നതുവരെ ആ രാഗസുധ വന്ന് രവിവർമ്മന്റെയും ശ്രീലക്ഷ്മിയുടെയും കഥ ഒരു ട്രാജഡി ആക്കാതിരുന്നാ മതിയായിരുന്നു. സുദർശൻ ചേട്ടാ, സുദർശൻ ചേട്ടാ, എന്താ സാറേ പെട്ടെന്ന്? വെറുതെ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടുപോകാന്ന് കരുതി. എന്താ സരോജമ്മേനെ അകത്തേക്ക് ക്ഷണിക്കാത്തത്? ഞാൻ പെട്ടെന്ന് സാർ വാ.
സുദർശൻ ചേട്ടാ എവിടെ? കടയിൽ പോയി. സരോജ അമ്മയ്ക്ക് എന്ത് പറ്റി? സുഖമില്ലേ? ഒന്നുമില്ല സാറേ. ഓ, സരോജമ്മേ, നല്ലൊരു ചായ ഇട്ടെ. ചെറിയൊരു തലവേദന. ആ, ഇപ്പൊ ഇട്ടുതരാം സാറേ. എന്താ സാറേ? ഏയ്, ഒന്നുമില്ല. സാറേ, ചായ. നാളെ വെഡിങ് ആനിവേഴ്സറിക്ക് നേരത്തെ എത്തണം. അതുകൂടി പറയാനാ ഞാൻ ഇവിടെ കയറിയത്. ആ, സ്വന്തം മോളുടെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് ലേറ്റായെന്ന് വേണ്ട. സുരേഷ് ചേട്ടൻ വന്നിട്ട് ഇന്ന് വൈകുന്നേരമേ വരാൻ പറ്റുമോ നോക്ക്. ഇറങ്ങുന്ന സമയം വിളിച്ചു പറഞ്ഞാ ഞാൻ കാർ അയക്കാം. ശരി സാർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ സരോജമ്മേ? ശരി സാർ. അപ്പൊ നാളെ രവിചന്ദ്രവർമ്മന്റെ വിവാഹ വാർഷികമാണല്ലേ? ഹലോ മാർട്ടിൻ. കൺമുന്നിൽ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല രവി. ശ്രീലക്ഷ്മിയുടെ വീട് ഉൾപ്പെടെ ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. എനിക്കെപ്പോഴും ഒരു തരത്തിലും ആശ്വാസമായിട്ടിരിക്കാൻ പറ്റുന്നില്ല രാജാവ. ജിഡിയെക്കാളും സൂക്ഷിക്കേണ്ടത് രാഘവസുധി തന്നെയാ. ഏതൊരു ക്രിമിനലിനും ഒരടയാളം ഉണ്ടാവും. ഏതൊരു കാര്യം ചെയ്യുന്നതും അവരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ മനഃപൂർവ്വമായിട്ട് അവരുണ്ടാക്കുന്ന ഒരു മുദ്ര.
പക്ഷേ രാഘസുത അതല്ല. അവൾ ഏത് രീതിയിൽ എപ്പോ ആരെ എന്നുള്ളതിന് നമുക്കൊരു തെളിവ് അവൾ തരില്ല. I smell something. She is near to me. നമ്മുടെ കൈയെത്തുന്നിടത്ത് അവളുണ്ട് രാജാറാം. എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയ സമയത്തൊക്കെ അധികം വൈകാതെ പലതരത്തിൽ അവൾ എൻ്റെ നേരെ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അവൾ വരാൻ സാധ്യതയുള്ളത് വെഡ്ഡിംഗ് ആനിവേഴ്സറി നടക്കുന്നിടത്തേക്കാ. അതവൾക്ക് നമ്മളായി വേദി ഒരുക്കി കൊടുക്കുന്നത് പോലെ ആവില്ല രവി. ഇക്കാര്യം എല്ലാവരോടും പറയാനും പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും രവി? ഒരു സെക്യൂരിറ്റി ഓഫീസർ ചോദിക്കേണ്ട ചോദ്യം അല്ലത്. എങ്കിലും എൻ്റെ നോട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇപ്പോഴുള്ള സെക്യൂരിറ്റി കൂട്ടുക. വീട്ടിലും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തും വലിയ ആഡംബരമില്ലാതെ പുറത്തു നിന്നൊരു ഈച്ച പോലും കയറാത്ത രീതിയിലാവണം നമ്മുടെ ഫംഗ്ഷൻ. അത് ഞാൻ ഏറ്റു രവി. ഇന്ന് തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. നീ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ അമ്മേ. ഫംഗ്ഷന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ? എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ തന്നെ ഉണ്ടാവണം. അതെന്നോട് പ്രത്യേകിച്ച് പറയണോ അമ്മേ? ചേട്ടായി, അമ്മേ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ, അകത്ത് ഹാളിൽ വെച്ചാണെങ്കിൽ അങ്ങനെ, പുറത്ത് ഗാർഡനിൽ വെച്ചാണെങ്കിൽ അങ്ങനെ. രഘു സാർ, അങ്ങനെ പുറത്തു വെച്ച് വലിയൊരു പാർട്ടിയും ബഹളവും ഒക്കെ വേണോ? നമുക്ക് ഈ വീട്ടിൽ തന്നെ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ആയിട്ട് ആഘോഷിച്ചാ പോരെ? നീയും രവിയെ പോലെ ആയോ രാജാറാം? ഇവന്റെ വിവാഹ വാർഷിക ആഘോഷത്തിന് ആദ്യം തടസ്സം പറഞ്ഞത് ഇവൻ തന്നെയാ. ഇവന് താല്പര്യമില്ലെങ്കിലും ശ്രീലക്ഷ്മിക്ക് ഉണ്ടാവില്ലേ? അതെന്താ നിങ്ങൾ ഓർക്കാത്തത്? അത് മാത്രമല്ല, ഞങ്ങളൊക്കെ വയസ്സായി വരികയാ. എന്താ, എപ്പോഴാ, എത്ര കാലം കാണുമെന്നൊന്നും ഒരു നിശ്ചയവും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ നല്ലതുപോലെ ആഘോഷിക്കാനാ എന്റെ തീരുമാനം. അമ്മ പറഞ്ഞ കേട്ടല്ലോ, അതാണ് ശരി. അമ്മേ, അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. രവിയുടെ അഭിപ്രായം നിന്റെ നാവിൽ നിന്നുകൂടി കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല രാജാറാം. ഇപ്പോ അകത്ത് പറഞ്ഞതേ എനിക്ക് പുറത്തും പറയാനുള്ളൂ. പക്ഷേ അകത്ത് പറയാത്തൊരു കാര്യം ഇപ്പൊ എനിക്ക് അമ്മയോട് പറയാനുണ്ട്. രവി പറഞ്ഞതുകൊണ്ടാ ഇത്രയും സമയം അമ്മയോട് പറയാതിരുന്നത്. പക്ഷേ ഇപ്പൊ രവിയുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഞാൻ ആ കാര്യം അമ്മയോട് പറയാം. ഇന്നലെ രാഘസുത ജയിൽ ചാടി. അവൾ എവിടെയാണെന്നോ അവളുടെ ലക്ഷ്യം എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. അവളുടെ പദ്ധതികൾ നടപ്പാക്കാനുള്ള ഒരു വേദിയാണോ ഇപ്പൊ നമ്മൾ ഒരുക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു സംശയം. അരുതാത്ത ഒന്നും സംഭവിക്കില്ല എന്ന് തീർച്ചപ്പെടുത്താൻ മനസ്സിനൊരു ബലക്കുറവ്. ആരെക്കാളും അമ്മയ്ക്കറിയാലോ അവളുടെ കാര്യങ്ങള്. അറിയാം. അപ്പോ അവളെ പേടിച്ചിട്ടാണോ എന്തിനും പോന്ന എന്റെ മൂത്ത മകൻ ഇതിനൊന്നും താല്പര്യം കാണിക്കാത്തത്? അങ്ങനെ അവളെ പേടിച്ച് ഈ വീട്ടിനകത്തിരിക്കാൻ വർമ്മൻ വില്ലയിലെ ഗായത്രി ദേവി ഒരുക്കമല്ലെങ്കിലോ?